ഹായ് ഗൈസ്, ഇപ്പോൾ നമുക്ക് ഇന്ന് ഇലക്ഷൻ കമ്മീഷനെ പറ്റി പഠിക്കാം. ദിസ് ഈസ് എ വെരി ഹൈ യീൽഡിങ് ടോപ്പിക്. കാരണം ഇത് ഇപ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ വരുന്നത് കൊണ്ടും ഡീലിമിറ്റേഷൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ദിസ് ഈസ് വെരി ഹൈ യീൽഡിങ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ പഠിക്കാൻ നോക്കാം. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് ദ കംപ്ലീറ്റ് പവർ ടു ദ ഇലക്ഷൻ കമ്മീഷൻ. സോ ആർട്ടിക്കിൾ 324 ഗിവ്സ് പവർ ടു ഇലക്ഷൻ കമ്മീഷൻ. അതേസമയം ആർട്ടിക്കിൾ 325ഉം ആർട്ടിക്കിൾ 326ഉം ഗിവ്സ് പവർ ടു ദ പീപ്പിൾ. അതായത് റിലിജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഇതൊന്നും വെച്ച് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ റെസിഡൻസ്, ഏജ് ഇതൊക്കെ ഡിസ്ക്രിമിനേഷൻ ആകാൻ പറ്റും. ഇനി 326 ആണെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് സഫ്രേജിനെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 327 പവർ കൊടുക്കുന്നത് പാർലമെന്റിനാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പാർലമെന്റ് പുതിയ റൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കുന്നത്. ഇനി ആർട്ടിക്കിൾ 328 ആണെങ്കിൽ പാർലമെന്റിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള സ്റ്റേറ്റിന് പവർ കൊടുക്കുന്നു. ആർട്ടിക്കിൾ 329 എന്ന് പറയുന്നത് ജുഡീഷ്യറിക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ കൊടുക്കാതിരിക്കുന്നു. അതായത് ജുഡീഷ്യറിയെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആർട്ടിക്കിൾ 324 എന്താണ്? ഇലക്ഷൻ കമ്മീഷന് പവർ കൊടുക്കുന്നു. 325ഉം 26ഉം സിറ്റിസൺസിന് പവർ കൊടുക്കുന്നു. 27 പാർലമെന്റിനും 28 ലെജിസ്ലേച്ചറിനും പവർ കൊടുക്കുന്നു. 29 ജുഡീഷ്യറിക്ക് പവർ കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് ഓർത്ത് വെക്കാൻ പറ്റും.